ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡിബാന ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഗോവ ട്രിപ്പാണ്. വളരെ ആശിച്ചിരുന്ന ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു വർഷം കാത്തിരുന്നിട്ട് കിട്ടിയൊരു ട്രിപ്പാണ്. പ്ലാൻ ചെയ്ത് എവിടെ താമസിക്കണം, എവിടെ നിൽക്കണം എല്ലാം ഫുൾ പ്ലാൻ ചെയ്ത് കിട്ടിയ ട്രിപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. എന്നിട്ട് അവിടെ എത്തി ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. എന്നിട്ട് അവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണിത്. ഞങ്ങളൊരു എയർബിഎൻബിയിലാണ് നിന്നത്. അത് അസഗാവോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. നല്ലൊരു എയർബിഎൻബിയാണ്. പൂൾ വില്ലയായിരുന്നു. പിന്നീട് നമ്മൾ ആദ്യമേ അടുത്തുള്ള കല്ലാങ്കുട്ടി ബീച്ച് എന്ന് പറഞ്ഞ് അവിടാണ് പോയത്. നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ നമ്മുടെ ബീച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. അവിടെ നമ്മുടെ ഈ കല്ലുകളൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും. നമ്മുടെ ബീച്ചെല്ലാം പ്ലെയിൻ അല്ലേ. ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസ് കിട്ടി. നല്ല ഗോൾഡൻ അവറിലായിരുന്നു ഞങ്ങൾ പോയത്. എന്നിട്ട് കണ്ടോ ഒരാൾ എൻ്റെ പുറകെ പോകുന്നു കണ്ടോ. ഞാൻ വെച്ച ഫ്രെയിമിൽ കൂടെ ഒരാൾ പോകുന്നു. എന്നിട്ട് നല്ല ഒരു ഈവനിങ് ടൈം ആയിരുന്നു. അവിടെ നല്ല സ്കൈ ഒക്കെ നല്ല പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നു. അപ്പോൾ വെള്ളം വന്ന് എൻ്റെ മേത്തോട്ട് വന്നപ്പോൾ ഹോയ് ഞാൻ പേടിച്ചു പോയി. അയ്യോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടുവാണ്. എനിക്ക് പൊതുവേ വെള്ളമൊക്കെ നല്ല പേടിയുള്ള ആളാണ്. ചേട്ടൻ പിന്നെ ധൈര്യം തന്നുകൊണ്ടാണ് അവിടെങ്കിലും പോയി നിന്നത്. പിന്നീട് നമുക്കൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കിട്ടി. നല്ല രസമായിരുന്നു കാണാൻ. നമുക്കിങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിപ്പോകുന്ന പോലെ നല്ല ഗോൾഡൻ കളറിലായിരുന്നു. പിന്നീട് നിങ്ങൾ എന്നോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്താണ് ഈ ദീപാന എന്ന്. ദീപാന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേരുകളുടെ ഷോർട്ട് ഫോമാണ്. ഞങ്ങളുടെ പെറ്റ് നെയിംസിൻ്റെ ദേവൻ, ബാല, നന്ദു. അതാണ് ദീപാന ഡയറീസ് എന്ന് പേരിട്ടേക്കുന്ന ചാനലിന്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. പിന്നീട് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടോ. നല്ലൊരു സൺസെറ്റിൻ്റെ ടൈമിലെടുത്തൊരു ഫോട്ടോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് നല്ലൊരു വുഡ് ഫയർഡ് പിസയും നല്ല ഒരു ജ്യൂസും ഒരു മോക്ടെയിലും ഒക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടിനും. പിന്നീട് പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ഒരു കേരള വൈബുള്ളൊരു സ്ഥലത്തായിരുന്നു, ഗോവയിൽ തന്നെ. അവിടുന്ന് നല്ല ഒരു ഫുഡ്, അവരുടെ താലി ടൈപ്പ് ഒരു സാധനം ഒക്കെ കഴിച്ചു. പിന്നീട് ഞങ്ങൾ പോയത് അഗോഡ ഫോർട്ടിലാണ്. അഗോഡ ഫോർട്ടിൽ പോയപ്പം നല്ലതായിട്ട് ക്രൗഡഡ് ആയിരുന്നു. എങ്കിൽ പോലും ആ മണ്ടയ്ക്കത്തു നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു. നോക്കിക്ക് എന്ത് രസമായിരുന്നു. ഈ ബോട്ടൊക്കെ ദൂരെ കൂടെ പോകുന്ന കാണുമ്പോൾ നല്ല കണ്ണിന് തന്നെ ഭയങ്കര കുളിർമയൊന്നായിരുന്നു. പിന്നീട് ഞങ്ങൾ വൈകിട്ട് വീണ്ടും കല്ലാങ്കുട്ടി ബീച്ചിൽ പോയി. അവിടെ ഇതുപോലെ ആക്ടിവിറ്റീസൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിങ്ങനെ ആകാശത്തൂടെ പോകുന്നത് കാണാൻ. പിന്നീട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ നിങ്ങളെ കാണിക്കുക. ഇതൊക്കെയാണ് ഫോട്ടോസ്, നൈറ്റ് ലൈഫിൻ്റെ ഫോട്ടോസാണ്. പിന്നീട് ഞങ്ങൾ ഇത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ദിവസം തിരിച്ച് വരുവാണ്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നല്ലൊരു പ്ലേസ് ആയിരുന്നു. Thank you for watching this video. Keep supporting us, Dibana Diaries. Thank you.